ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ പിങ്കി രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും തകർക്കണം, നമ്മുടെ നന്ദയെ വീട്ടിന് വെളിയിലാക്കണം. ഗൗതമിന്റെ കുഞ്ഞങ്ങാണം നന്ദയുടെ വയറ്റിൽ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും സഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നേരെ നമ്മുടെ സാന്ദ്രനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ സാന്ദ്ര പറയുകയാണ്, നീ സമാധാനപ്പെട, ഏതായാലും ഇതിനൊരു വഴി ഞാൻ കണ്ടുപിടിച്ചത് നിനക്ക് തന്നാ പോരെ. ഒരിക്കലും ഗൗതമും നന്ദയും ഒന്നിക്കാൻ പാടില്ല. അതിപ്പം നിന്റെ ആവശ്യത്തെക്കാൾ കൂടുതൽ എന്റെ ആവശ്യം തന്നെയാണ്. പലപ്പോഴായിട്ടും അയാളുണ്ടല്ലോ, പോലീസുകാരനായ ഗൗതം, അയാള് എന്നെ ചീറ്റ് ചെയ്തു. പലപ്പോഴായിട്ടും എല്ലാവരുടെയും മുമ്പിലിട്ട് നാണം കെടുത്തിയില്ലേ. അതുകൊണ്ട് തന്നെ എനിക്കും വാശിയും പകയും വൈരാഗ്യവും ഒക്കെ ഉണ്ട്. അവരൊന്നിക്കില്ല. ഞാൻ ഉറപ്പ് തരിക പിങ്കി എന്ന് പറയുമ്പം, നീ ഉറപ്പ് തന്നാ പോരാ, നീ എന്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഇവിടെ നിൽക്കുന്നത് മുൾമുനയിലാണ്. എനിക്കറിയില്ല, ഇന്നൊരു രാത്രിയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ, ഞാൻ മരിക്കുള്ളൂ, കെട്ടി തൂങ്ങിച്ചാവും ഈ ഇന്ദിവരം വീട്ടിനകത്ത് തന്നെ. പിങ്കി, നീ എന്തിന് കെട്ടി തൂങ്ങിച്ചാവണം? അതിനു മുമ്പ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കേക്ക്. ഏതായാലും നിനക്ക് വാക്ക് തന്നതല്ലേ, നിന്നെ ഒരിക്കലും കൈവിടില്ല എന്നും ഒരിക്കലും നന്ദയും ഗൗതമും തമ്മിൽ ജീവിക്കില്ല എന്നും വാക്ക് തന്ന ഗൗതം, വാക്ക് പാലിക്കുന്ന ഗൗതം ആ വാക്ക് പാലിക്കാതിരിക്കാൻ ചാൻസ് കുറവാണ്. ആ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ രണ്ടും കൽപ്പിച്ച് ഈ കാര്യം ഗൗതമിനെ അവതരിപ്പിക്കണം. ഏതായാലും അവതരിപ്പിക്കുമ്പോൾ ഗൗതമിന്റെ മനസ്സിൽ എന്താണെന്ന് നിനക്ക് അറിയാൻ പറ്റുമല്ലോ. അത് അവതരിപ്പിച്ചാലും എനിക്ക് തോന്നുന്നില്ല ഗൗതം ഞാൻ പറയുന്നത് കേൾക്കുമെന്ന്. എങ്കിൽ പിന്നെ അടുത്ത വഴിയും കൂടെ ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞ് അടുത്ത ഒരു വഴിയും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ വഴി എന്താണെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല കേട്ടോ, മ്യൂട്ട് ചെയ്ത് വെച്ചാണ് ആ ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നത്. ഈ വഴി കേട്ടതും നമ്മുടെ പിങ്കി രണ്ടും കൽപ്പിച്ച് സന്തോഷത്തോടു കൂടി നിന്നു. ഫോൺ കട്ട് ചെയ്തിട്ട് മനസ്സിലിങ്ങനെ ആലോചിക്കുക, ഒരിക്കലും ഗൗതം നന്ദയ്ക്ക് സ്വന്തമാവില്ല. എന്നും ഈ പിങ്കിക്ക് സ്വന്തമായിരിക്കും. ഈ ജന്മത്തിലും ഇനി എത്ര ജന്മം ജനിച്ചാലും എന്റെ മാത്രമായിരിക്കും ഗൗതം. ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ കണ്ണാടിയിൽ അപ്പോഴൊരു പ്രതിരൂപം പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ നമ്മുടെ പിങ്കിനെ ആ ഒരു പ്രതിരൂപം ഇങ്ങനെ കളിയാക്കുകയാണ്. നിനക്ക് നാണമില്ലല്ലോടി, നീ എത്ര പുറകെ നടന്നാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ നീ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് യാതൊരു വിലയും ഉണ്ടാകത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രതിരൂപം ഇങ്ങനെ കളിയാക്കുമ്പോഴത്തേക്കും നമ്മുടെ പിങ്കിക്ക് ദേഷ്യം വന്നിട്ട് ആ കണ്ണാടി ചെന്നൊരു ഒറ്റ അടി കൊടുത്തിട്ട് പിങ്കി പറയുകയാണ്, ഇല്ല, ഒരിക്കലും ഇല്ല, ഞാൻ എൻ്റെ ഗൗതത്തിനെ മാത്രമാണ് സ്നേഹിക്കുന്നത്. എൻ്റെ മനസ്സിൽ എന്നേ ഞാൻ എൻ്റെ ഗൗതത്തിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞു. എൻ്റെ ഭർത്താവായിട്ട് ഞാൻ എൻ്റെ ഗൗതമിനെയാണ് കാണുന്നത്. ഒരിക്കലും എൻ്റെ ഭർത്താവിനെ വേറൊരാൾക്ക് ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് വീണ്ടും ഭ്രാന്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഭ്രാന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എന്ത് ഭ്രാന്താണെന്ന് പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ നമ്മുടെ പിങ്കിയുടേത്. ഏതായാലും ഇതേ സമയം നമ്മുടെ ഗൗതമിനെയും നന്ദയെയും കാണിക്കുകയാണ്. അങ്ങനെ നന്ദയും ഗൗതമും കുറച്ച് റൊമാൻസ് മൂഡിൽ തന്നെയാണ്. ആ രാവിലത്തെ മൂഡ് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. അപ്പൊ ആ ഒരു റൊമാൻസ് മൂഡിൽ തന്നെ ഇവരിങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ഗൗതം പറഞ്ഞു, ഞാൻ ഏതായാലും പോകുക എന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇന്ന് പോണോ സാറിന് ചോദിക്കുമ്പോൾ, ഇന്ന് പോയേ പറ്റൂ നന്ദ, പോകാതിരിക്കാൻ പറ്റില്ല. അറിയാലോ നിനക്ക് എന്റെ കാര്യം, ഡ്യൂട്ടി ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് പോരെ കുടുംബജീവിതം എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയല്ല കേട്ടോ, ഡ്യൂട്ടിയും ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് സാധാരണ എല്ലാവരും സംസാരിക്കാറുള്ളതെന്ന് പറഞ്ഞപ്പം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവർ വലിയ സന്തോഷത്തിൽ തന്നെയാണുള്ളത്. അങ്ങനെ നമ്മുടെ ഗൗതം ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും പോകാൻ വേണ്ടി ഇറങ്ങി വരുമ്പോൾ പിങ്കി ഗൗതമിന്റെ മുമ്പിൽ ചെല്ലുകയാണ്. ഒരു സമാധാനവും ഇല്ല. നമ്മുടെ ഗൗതമും നന്ദയുടെയും ആദ്യരാത്രി ഇന്നാണല്ലോ നോർത്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല അറ്റാക്കും വരുമോ എന്ന് അറിയത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. സത്യം പറഞ്ഞ് ഇതിനൊക്കെ എന്ത് ഭ്രാന്താ, കാമഭ്രാന്ത് എന്ന് പറയണമെന്ന് തോന്നുന്നു. അല്ലാതെ പിന്നെ ഇതിനൊക്കെ വേറെ ഭാഷയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നമ്മുടെ പിങ്കിയുടെ ആ ഒരു ഇത് എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ ഇതിനൊക്കെ പറയുക. അങ്ങനെ പിങ്കി ചെന്ന് നിന്നു, ഗൗതമിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട്, അല്ല ഇന്ന് ഫസ്റ്റ് നൈറ്റ് ഒക്കെ ആഘോഷിക്കാനുള്ള മൂഡിലല്ലേ? അല്ല എങ്ങോട്ടേക്കാ ഇപ്പൊ പോകുന്നത് എന്ന് ചോദിച്ചപ്പം, ഞാൻ പോകുന്നത് എങ്ങോട്ടേക്കാ, ഞാൻ ഡ്യൂട്ടിക്ക് പോവാ. അല്ല ഇന്ന് ഫസ്റ്റ് നൈറ്റ് ഒക്കെ അല്ലേ, അപ്പം ഡ്യൂട്ടിക്ക് പോകുന്നത് എന്താ, ഡ്യൂട്ടിക്ക് പോയാൽ ശരിയാവോ എന്ന് ചോദിച്ചപ്പം, ഫസ്റ്റ് നൈറ്റ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏതൊരു പോലീസുകാരനും ആദ്യം ഡ്യൂട്ടി തന്നെ എടുക്കാറുള്ളത്, അതറിയാലോ. അല്ല ഈ പറയുന്ന പിങ്കി ഒരു പട്ടാളക്കാരന്റെ ഭാര്യയല്ല. ആ ഭാര്യയ്ക്ക് പ്രത്യേകിച്ച് ഞാൻ ഡ്യൂട്ടിയുടെ ആ ഒരു റെസ്പെക്റ്റിനെ കുറിച്ചും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തരേണ്ട പ്രത്യേക കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പം, പട്ടാളക്കാരന്റെ ഭാര്യ, എങ്ങനെ തോന്നുന്നു ഗൗതമിന് ഞാൻ പട്ടാളക്കാരന്റെ ഭാര്യയാണെന്ന് പറയാൻ? ഗൗതം, നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ ആ ദിവസം, അന്ന് ഗൗതമിന് ഇപ്പോഴും ഓർമ്മയില്ലേ? നമ്മൾ പ്രണയം തുറന്നു പറഞ്ഞ ദിവസം, അതും ഇപ്പോഴും ഓർമ്മയില്ലേ?
എന്നിട്ട് എനിക്ക് വാക്ക് തന്നെ ആ ഒരു ദിവസം, ആ വാക്ക് തന്നത് കൊണ്ട് മാത്രമല്ലേ ഞാൻ അർജുനെ വിവാഹം കഴിച്ചത്. എന്നിട്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോയപ്പം വീണ്ടും എന്നെ പിടിച്ചു നിർത്തി ഗൗതം. ഒരിക്കലും എൻ്റെ ജീവിതം അവസാനിപ്പിക്കരുത്. എനിക്ക് വേണ്ടി ഗൗതം ഇനി വേറൊന്നും ഏറ്റെടുക്കില്ല. നന്ദയുമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവില്ലെന്നൊക്കെ എനിക്ക് വാക്ക് തന്നതല്ലേ. അതൊക്കെ ഇപ്പം മാറ്റി വെച്ചിട്ട് ആദ്യ രാത്രി ആഘോഷിക്കാൻ പോവുകയാണല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം, ദേ പിങ്കി, നീ ഇപ്പോഴും യാഥാർത്ഥ്യം മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ല. നിനക്ക് ഒരു ഭർത്താവുണ്ട് ഈ വീട്ടില്. നിന്റെ ഭർത്താവ് ജീവനോടെ ഉണ്ട്. ആ ഭർത്താവുമായിട്ട് നീ സുഖകരമായിട്ട് ജീവിക്കണം. നീ ഒന്ന് ഓർത്ത് നോക്കിയേ, ആ ഭർത്താവുമായിട്ട് നിങ്ങൾ രണ്ടുപേരും നല്ലതുപോലെ ജീവിക്കുമ്പോൾ നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ മറക്കും. അതാ ചെയ്യേണ്ടത്. അല്ലാതെ എനിക്ക് മനസ്സിലായി ഗൗതം പറഞ്ഞു വരുന്നതല്ല എനിക്ക് മനസ്സിലായി. എല്ലാവരും വഴിവെട്ടി തന്നല്ലോ ഗൗതമിന് നന്ദയ്ക്ക് ജീവിക്കാന്. നിങ്ങൾ ജീവിച്ചോ, എനിക്ക് പ്രശ്നമില്ല. ഏതായാലും ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. പിങ്കി, ഞാൻ പറഞ്ഞു, നീ ഇനി എന്ത് മനസ്സിൽ കണ്ടാലും എന്റെ മനസ്സിൽ ഇപ്പം നീ ഇല്ല. അത് നീ മനസ്സിലാക്ക്. നിന്നെ വെറും അനിയത്തിയുടെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. നിന്നെ വെറും അനിയത്തിയുടെ സ്ഥാനത്തും നന്ദയെ ഭാര്യയുടെ സ്ഥാനത്തുമാണ് ഞാൻ കാണുന്നത്. അർജുൻ എന്റെ അനിയനാണ്. അനിയന്റെ ഭാര്യയാണ് നീ. ഒരിക്കലും ഈ ഒരു ബന്ധം അത് നമുക്ക് അനുയോജ്യമായൊരു ബന്ധമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവര് തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അർജുൻ പെട്ടെന്ന് കടന്നു വരികയാണ്. അർജുനെ കണ്ടതും നമ്മുടെ പിങ്കി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതമിനോട് അങ്ങ് ഇഴുകി ചേരാൻ കൂടുതലായിട്ട് തുടങ്ങാണ് കേട്ടോ. ഏതായാലും അർജുൻ ഇത് കണ്ടത് ദേഷ്യം വന്നിട്ടാണ് അർജുൻ ഫ്രണ്ടിലേക്ക് വരുന്നത്. അർജുൻ ചോദിച്ചോ, എന്താ പിങ്കി എന്ന് ചോദിച്ചോ. ഒന്നുമില്ല, ഞാന് എങ്ങനെ മണിയറ ഒരുക്കണം, എന്തൊക്കെ വേണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു ഗൗതമിനോടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണോ, എങ്കിൽ പിന്നെ എങ്ങനെയാ മണിയറ ഒരുക്കേണ്ടത്, ഏട്ടൻ പറ, ഏട്ടൻ എങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നോ ആ രീതിയിൽ നമുക്ക് മണിയറ ഒരുക്കാം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അർജുൻ പറയുമ്പോഴത്തേക്കും ഗൗതം പറയുന്നുണ്ട്, ഹേയ് മണിയറ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പം, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിങ്ങൾ രണ്ടും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോവല്ലേ, അപ്പൊ പിന്നെ മണിയറ വേണം. ആ മണിയറ ഞാനും പിങ്കിയും കൂടെ ചേർന്നൊരുക്കും അല്ലേ പിങ്കി എന്ന് പിങ്കിയോടും ചോദിച്ചു. ഏതായാലും പിങ്കി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സമനില തെറ്റി തന്നെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ അർജുൻ പറഞ്ഞു, ധൈര്യമായിട്ട് ഏട്ടൻ പോയിട്ട് വാ. ഏട്ടൻ പോയിട്ട് വരുമ്പോ ഏട്ടൻ ഞെട്ടും, ഇവിടം കണ്ട് ഏട്ടൻ ഞെട്ടിയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഗൗതം അങ്ങ് പോകുന്നു. ഏതായാലും അർജുൻ മാറി നിന്ന് പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കാരണം അർജുൻ അറിയാം പിങ്കിയുടെ ഉദ്ദേശം എന്താണെന്ന് അർജുന് വ്യക്തമായിട്ട് തന്നെ അറിയാം. ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പവിത്രയും മോഹിനിയും ഒക്കെ പിങ്കിനെ പരമാവധി വേഷം കുത്തിവെക്കുകയാണ് കേട്ടോ. എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ പ്രതീക്ഷിച്ചതാ. ഇവിടെ ഒരു അരകല്ലില് അമ്മിക്കല്ലില് മുളക് അരയ്ക്കുന്ന കാണാം, അതരയ്ക്കുന്ന കാണാം, ഇതരയ്ക്കുന്ന കാണാം എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഇപ്പൊ എന്താ പറ്റിയത്, എല്ലാം വീടുണഞ്ഞു പോയില്ലേ. പലരുടെ സ്വപ്നങ്ങളും വീണുടഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പവിത്ര പറഞ്ഞപ്പോഴത്തേക്കും, ആരുടെ സ്വപ്നം വീണുടഞ്ഞ കാര്യ പവിത്ര ഈ പറയുന്നത്? പിങ്കിയുടെ സ്വപ്നം വീണുടഞ്ഞിട്ടില്ല. അങ്ങനെ ഒരിക്കലും ഈ പിങ്കിയുടെ സ്വപ്നം വീണുടയുകയില്ല. ഈ പിങ്കിക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അല്ല പിങ്കി ചേച്ചി, ഞാൻ ഓർക്കുക, ഈ വല്യമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വല്യമ്മയുടെ മനസ്സിൽ എന്തായിരിക്കും? അല്ല, വല്യമ്മയ്ക്ക് നന്ദയോട് ഇത്ര പെട്ടെന്ന് സ്നേഹം വരാൻ കാരണം എന്താ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പവിത്ര സംസാരിച്ചപ്പോഴത്തേക്കും നമ്മുടെ പിങ്കിക്ക് പെട്ടെന്ന് തോന്നി, അത് ശരിയാണല്ലോ, അരുന്ധതിക്ക് എന്തായിരിക്കും ഇങ്ങനെ നന്ദയോട് സ്നേഹം വരാൻ കാരണവും ഇതൊക്കെ പറയാൻ കാരണവും ഒക്കെ എന്തായിരിക്കും എന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോഴാണ് മോഹിനി ഓരോ കാര്യങ്ങൾ പറയുന്നത്. അവൾ ഇനിയിപ്പോ MBBS പഠിച്ച് ഡോക്ടർ ആകാൻ പോവല്ലേ. ഒരു ഡോക്ടർ മരുമകളെ കിട്ടുന്നത് ഈ വീടിന് എന്തുകൊണ്ടും അഭിമാനം തന്നെയല്ലേ. അതൊക്കെ ആയിരിക്കാം. എക്സാം കഴിഞ്ഞ് അവൾ ഡോക്ടറും ആകും. പിന്നെ ഡോക്ടറിനല്ലേ വിലയുള്ളൂ, അല്ലാതെ എത്ര സ്വത്താണെന്ന് പറഞ്ഞാലും വേറെ ആർക്കും ഇവിടെ ഒരു വിലയും കാണത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഏതായാലും ഇതൊക്കെ കേട്ട പിങ്കി ഈ സമയം കാണിക്കുന്ന നമ്മുടെ അരുന്ധതിനെയാണ്. അരുന്ധതിയുടെ മുമ്പിൽ ചെന്നിട്ട് ലക്ഷ്മി ഇങ്ങനെ വാതോരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചും. ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാണ്, അത് യാഥാർത്ഥ്യമാകാൻ പോവുക, ഏടത്തിയോട് ഒരുപാട് നന്ദിയൊക്കെ പറയുകയാണ്. അങ്ങനെ അരുന്ധതി പറയുന്നുണ്ട്, എന്തിനാണ് ലക്ഷ്മി നീ എന്നോട് നന്ദി പറയുന്നത്? അങ്ങനെ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല, സമയമാകാറായെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. അതുമല്ല, നന്ദിയുടെ എക്സാം ഒക്കെ കഴിയാൻ പോവുകയല്ലേ, അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് നടക്കണം. നമ്മുടെ കുടുംബത്തിന് ഒരു കുഞ്ഞിക്കാല് വേണമല്ലോ, ഒരു തലമുറ വേണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മിക്ക് വലിയ സന്തോഷമായിട്ട്, ഞാൻ നന്ദമോളുടെ അടുത്ത് വരെ ഒന്ന് പോട്ടെ, റൂമൊക്കെ ചെന്ന് ക്ലീൻ ആക്കി ഇടണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് അരുന്ധതി പറയുന്നുണ്ട്, ആ പവിത്രേനെ മോഹിനീനെ പിങ്കീനെ ഒക്കെ കൂട്ടിയിട്ട് പോകണം, ഏതായാലും നമുക്ക് ഒരു അടിപൊളി ഒരു മണിയറ ഉണ്ടാക്കി എടുക്കണം എന്നൊക്കെ പറയുകയാണ്. ഏതായാലും ലക്ഷ്മി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി വരികയാണ്. അങ്ങനെ പിങ്കി വന്ന അരുന്ധതിയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട്, അമ്മായി ഈ പിങ്കിനെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്താ മോളെ ഈ പറയുന്നത്? മോളെ ഈ അമ്മായി തോൽപ്പിക്കാനോ?
അല്ല, ഞാൻ പറഞ്ഞപ്പം ഞാൻ ഓർത്തു അമ്മായി ഇവിടെ വലിയ ശിക്ഷകൾ കൊടുക്കാൻ തീരുമാനിക്കുകയാണെന്ന്. പക്ഷെ ആ ശിക്ഷ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഈ പിങ്കിയുടെ ചങ്കിൽ വന്നാ കുത്തിയത്. എല്ലാം അറിയാവുന്ന എന്റെ എന്റെ വല്യമ്മായി തന്നെ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തെന്നാ മോളി പറയുന്നത്? ഇപ്പം കൂടുതൽ സൗകര്യം ഒരുക്കി കൊടുക്കല്ലേ. ഈ പിങ്കിയാണ് വലുത്, ഈ പിങ്കിയാണ് ഈ വീടിന്റെ നിലവിളക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിങ്കീനെ ഒറ്റ ചവിട്ടിന് താഴ്ത്തിയില്ലേ, കാലിനടിയിലിട്ട് ചവിട്ടി അരച്ചില്ലേ എന്നൊക്കെ പറയുമ്പം മോളെ പിങ്കി, നീ ഇങ്ങനെയൊന്നും പറയരുത്. അല്ല പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത്? എന്റെ സ്വപ്നങ്ങളെയും എന്റെ ആഗ്രഹങ്ങളെയും ഒക്കെ തച്ചുടച്ചു കളയുമ്പോൾ പിന്നെ ഞാൻ എന്താ വല്യമ്മയോട് പറയേണ്ടത് എന്ന് ചോദിച്ചപ്പം മോള് ഒരിക്കലും തോറ്റുപോയിട്ടില്ല. മോളുടെ സ്വപ്നങ്ങൾ തകർന്നു പോയെന്ന് ആരാ പറയുന്നത്? മോളുടെ സ്വപ്നം ഒരിക്കലും തകർന്നു പോവില്ല. മോളുടെ സ്വപ്നം പാന പോലെ പന്തലിച്ച് വലുതാകുകയുള്ളൂ. ആ സ്വപ്നം ഒരിക്കലും വെട്ടിമുറിച്ച് മാറ്റാൻ ആരും വരില്ല. അല്ല എന്താ വല്യമ്മായി പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലായില്ല. അതൊക്കെ മോൾക്ക് പതിയെ മനസ്സിലായിക്കോളൂ. ഈ അരുന്ധതി ആരാണെന്നും ഈ അരുന്ധതി എന്താണെന്നും മോൾക്ക് അറിയില്ല അല്ലേ? നന്ദയോട് ഈ അരുന്ധതിക്ക് സ്നേഹമാണല്ലേ? ഏതായാലും മോളിപ്പോ ഇതൊക്കെ അറിഞ്ഞാൽ മതി. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ അരുന്ധതി മാറിപ്പോയി. പക്ഷെ അരുന്ധതിയുടെ മനസ്സിൽ എന്തൊക്കെയോ വലിയ നിഗൂഢതകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് അരുന്ധതി സംസാരിക്കുന്നത്. അരുന്ധതിയുടെ മനസ്സ് നിറയെ പകയുമുണ്ട്. കാരണം അരുന്ധതിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളല്ല നന്ദ അരുന്ധതിയെ നാണം കെടുത്തിയതാണ് എല്ലാവരുടെയും മുമ്പിൽ. അതായത് നമ്മുടെ ഗാഥേനെ കൊണ്ടുവന്ന്. അപ്പൊ അതൊക്കെ മനസ്സിലുണ്ട് ഈ അരുന്ധതിയുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ അരുന്ധതി നന്ദയെ സപ്പോർട്ട് ചെയ്യുകയോ നന്ദയുടെ ഒരു കുഞ്ഞ് ജനിക്കണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യില്ല. പക്ഷെ ഇതിന് എന്താണ് ഇതിന്റെ കാരണമെന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണിയറ ഒരുക്കുന്നതിനുള്ള തിരക്കിലാണ് എല്ലാവരും മണിയറ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചടങ്ങാണല്ലോ ഇനിയുള്ളത്, ആദ്യരാത്രി. അങ്ങനെ നമ്മുടെ പിങ്കി മനസ്സിൽ രണ്ടും കൽപ്പിച്ചു നിൽക്കുന്നു. ആദ്യത്തെ ആ ഒരു കേസ് ചീറ്റിപ്പോയി. ഇനിയിപ്പം നമ്മുടെ സാന്ദ്ര എന്തായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകുക എന്നൊന്നും അറിയില്ല. ഏതായാലും ഒരു പാലില് കുറച്ച് എന്തൊക്കെയോ കലക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്നത് നമ്മൾ ജനറൽ പ്രമോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്തെങ്കിലും മയക്കുപൊടി കൊടുക്കാനാണോ നമ്മുടെ പിങ്കിയുടെ ഉദ്ദേശം? നന്ദയെയും ഗൗതമിനെയും മയക്കി കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് നൈറ്റ് മുടങ്ങുമല്ലോ. പക്ഷെ എത്ര ദിവസം മയക്കി കിടത്തും നമ്മുടെ നന്ദ? ഏതായാലും നന്ദയല്ല, പിങ്കിയുടെ ഈ ഒരു നെറുകേട്, പിങ്കി കാണിക്കുന്ന ഈ ഒരു ക്രൂരതയ്ക്കൊക്കെ അവസാനം ഉണ്ടാകുമോ? എവിടെ ചെന്ന് അവസാനിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു കേട്ടോ. അപ്പൊ ഏതായാലും ഇനിയിപ്പോ ഫസ്റ്റ് നൈറ്റ് ഒന്നും ഇന്ന് വന്നിട്ടില്ല. ഇനിയിപ്പോ നാളെ ആയിരിക്കും ഫസ്റ്റ് നൈറ്റ് ഒക്കെ വരാൻ പോവുക. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മൾ ഇതിനു മുമ്പായിട്ട് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണുക. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ വൈകിട്ട് ചെയ്യുന്ന പ്രമോ എന്ന് പറഞ്ഞാൽ ഗൗതമിന്റെയും നന്ദയുടെയും പ്രമോ, അതുപോലെ തന്നെ രേവതിയുടെയും സച്ചിയുടെയും പ്രമോ, ഈ രണ്ട് കഥയാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് കുറച്ച് കഥയൊക്കെ ചെയ്യാമോ എന്ന്. ഏതായാലും നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരായി കഴിയുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഇപ്പൊ നമ്മൾ അതിൽ കഥ ഇടുന്നുണ്ട്. ഏതായാലും ഇപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കുന്നില്ല. കുറച്ച് ആൾക്കാരൊക്കെ ആകട്ടെ, എന്നിട്ട് ഞാൻ ലിങ്കൊക്കെ കൊടുത്തിട്ട് നിങ്ങളെ ഞാൻ അറിയിക്കാം. അപ്പം അതിലും ഒരു 3 കഥ ഇടണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അറിയിക്കാം. കുറച്ച് പേരൊക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ. ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പം ഞാൻ ഏതായാലും ലിങ്ക് നിങ്ങൾക്ക് തരാട്ടോ. നിങ്ങളുടെയൊക്കെ ആ ഒരു അഭ്യർത്ഥന പ്രകാരം നമ്മൾ നിങ്ങളുടെയൊക്കെ ഇഷ്ടവിശേഷങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.